നീ ഇതുവരെ പോയില്ലേ? പോവാനിറങ്ങിയപ്പോ വയറ്റീന്നൊരു വിളി. അത് പേടികൊണ്ടാ. അവനെ പോലീസിന്റെ പവർ അറിയത്തില്ല. എന്നെ തൊട്ടാലേ റൂട്ട് മാർച്ച്. മാറുമ്മാ. ഒരു ബാർ സോപ്പ് 250 ചീമോളി. 2 കിലോ ബിരിയാണി അരി. നീ എപ്പോടെ വന്ന്? അല്ല സാറെപ്പോ ഒന്ന് ഇന്നലെ അരിയെടു. സാറിന് 2 കിലോ ബിരിയാണി അരി ഓർഡർ. ഇതോടെടുത്തോ. ഉള്ളി 1/2 കിലോ, പഞ്ചാര 250, പരിപ്പ് 300, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അമ്മിണി. പനിപ്പിള്ള വരുമ്പോ അരി പെട്ടെന്ന് എടുക്കടേ. സാറിന് പോകാൻ തിരക്കുണ്ട്. എടുത്തത് മതി, ബാക്കി വാപ്പാന്ന് മേടിച്ചോളൂ. എടുക്കടാ. ഒന്ന് നിന്നാ മൊത്തത്തിലങ്ങ് മേടിച്ചോണ്ട് പോവാ. പോയത് കണ്ട, ഇതിങ്ങനെ തല വെച്ചേക്കുന്നേ വലിക്കാനല്ല. എന്നെ തൊട്ടാലേ റൂട്ട് മാർച്ച്. അതെന്തിനാണ് റൂട്ട് മാർച്ച്? പോലീസാ? അതിന് വീട്ടിൽ ഉമ്മയുണ്ട് ബിരിയാണി വെക്കാൻ. ഓടിയെ ഞാൻ ഓട്ടിച്ചിട്ടടിക്കും. തൊപ്പിയൂടാ. പോലീസിന് തൊട്ടാ റൂട്ട് മാർച്ച്. പത്തിരുപത് തുന്നലിന്റെ പെരുപ്പട കഴിവറ മോനെ. അവന്റെ നേരൊരു റൂട്ട് മാർച്ച്. എന്നാ പനിപ്പിള്ള വരുമ്പോ താക്കോലെടുത്തേക്കണം കേട്ടാ. എന്താണ് ഇവിടെ ആൾക്കൂട്ടം? തന്നോട് ബിരിയാണി ചോദിച്ചിട്ട് എത്ര നേരം ഉള്ളൂ?
നീ തട്ട അരിയൊന്നും എനിക്ക് വേണ്ട. അടിയുണ്ടപ്പോ പാവം ഏട്ടാ. സാറിനെ കൊണ്ട് പറ്റുമോ? ഏയ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഞാൻ കല്ല് പോലെ അങ്ങ് നിന്ന് കൊടുത്തു. അവൻ്റെ കൈക്ക് നല്ല പണിയായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടിടത്തും കാണാൻ തോന്നെ ആൾക്കാരുണ്ടായിരുന്നല്ലേ? ഹായ്. എൻ്റെ കയ്യിലാണെങ്കിൽ 4 പേര്. അയ്യോ എന്നാലും പോലീസ് വേഷത്തിൽ ഇന്നപ്പോൾ തന്നെ കയറി അങ്ങ് അടിച്ചു കളഞ്ഞല്ലേ. എടാ നീ വിചാരിച്ച കുറച്ച് പോലീസിനെ ഇറക്കാൻ പറ്റൂലടാ. അവിടെ തന്നെ ആകെ സിമ്പിളായിട്ട് പറ്റും. പക്ഷെ ഉമ്മച്ചി സമ്മതിക്കൂലടാ. എങ്ങനെ? ആ, പ്രശ്നത്തിന് വഷളാക്കണ്ടെന്നാണ് ഉമ്മച്ചി പറയണത്. ഞാൻ ആലോചിച്ചപ്പോൾ അതിലും ശരിയൊക്കെ ഉണ്ട്. എങ്ങനെ അളിയാ പൊടിയാ, സംഭവം നമ്മുടെ പ്രഭയും ലോപ്പസും പറയണതാണ് ശരി. അളിയൻ്റെ കല്യാണം എന്തായാലും മാറ്റി വെക്കാൻ പറ്റൂല. അപ്പം ഞാൻ പറയണതേ, സറണ്ടർ ആവണയാണ് ബുദ്ധി. സംഭവം ഒരു എറുമ്പ് അടിക്കുന്ന പോലെയുള്ളു. തപ്പേന്നങ്ങ് തീരും. വണ്ടി നിർത്താൻ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് റൂട്ട് മാർച്ച് നടത്തിയാൽ മതി. നാണം കേട്ടോ മതി. എടുക്കാറുണ്ട്. സ്ഥലം എത്തി ബാക്കി ഇറങ്ങി നടന്നാൽ മതി. അവൻ ചീത്ത വിളിച്ചു. നമ്മൾ പുറത്തിറങ്ങി നടക്കണേന് അവന് കണ്ണുകടി. കാറൊക്കെ നമ്മൾ വാങ്ങിക്കും. ആ ചെന്ന് കയറിക്കോട്. ഹിന്ദിക്കാരനായതുകൊണ്ട് വലിയ എരിയൊന്നും വേണ്ടായിരിക്കും. കുറച്ച് പൊരിക്കേ, ബാക്കി വറുത്തരച്ച് കറി വയ്ക്ക്. ഇപ്പൊ തന്നെ പോണ? ആ പോണം, ഒന്ന് കുടിച്ച് വെച്ചു. आपका बीबी मछली अच्छा बनाता है ना? മച്ചിലി ഫ്രൈ. हाँ അച്ഛാ, बढ़िया. बस बस. തോർത്തെടുക്ക. ആവോ. കോണായില്ല. ആരെയും വരുമ്പോൾ രുചിയായിട്ടുണ്ടാകത്തില്ല. പൊരിച്ചെന്തേ? പൊരിച്ചില്ല, വറുത്തരച്ച് വെച്ചേ ഉള്ളു. നിന്റെ കൂടെ പൊരിക്കാൻ വേണ്ടില്ല ഞാൻ പോയത്. കുളിച്ചൊരുങ്ങി നിൽക്കാൻ വേണം 100 കൂട്ടം കറി ഉണ്ടാക്കണം. എവിടെ സമയം? പൊരിച്ചുകൊണ്ടെന്നിട്ട് അയാളെ ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഞാൻ പറയാൻ പറഞ്ഞ പോലെ കേൾക്കത്തില്ല. തോന്നി പോലെ അങ്ങ് ചെയ്തോളൂ. പൊരിക്കാൻ പറഞ്ഞ പൊരിച്ചോണം. അത്ര നിർബന്ധമാണെങ്കിൽ ഇത്തിരി വരെ ഇരിക്കാൻ പറ. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊരിച്ചു തരാം. എടി കൈ കഴിയിരിക്കുന്നോട് കാത്തിരിക്കാൻ മാനമുള്ളം പറയത്തില്ല. ഓ, ഭയങ്കര മാനം. പിന്നെ എന്തിരിയണം? ഇതെടുത്തിട്ട് തലേ കമത്ത്. എന്നാ കമുത്ത്. ബാക്കിയുണ്ട് എടുത്ത് അയാളുടെ തലയിലും കമുത്ത്. നിർത്തി. ഈ വീട്ടിലെ പൊറുതി ഞാൻ നിർത്തി. बहन जी, ആ കേറി വാ.
അവിടെ അകത്തുണ്ട്. അമ്മണി വന്നിട്ടുണ്ട്. നീ ഒന്ന് അങ്ങോട്ട് ചെന്നാണ്. എനിക്കിപ്പോ ആരെയും കാണണ്ട. ഒരാൾക്ക് മാത്രമല്ല വിമാനം. ഇടി ഒന്ന് പതുക്കെ പറ. അവനവിടെ നിൽപ്പുണ്ട്. എന്തായാലും കുറച്ച് കടന്ന കയ്യായി പോയി. അങ്ങനെയൊന്നും വിചാരിച്ചതല്ല, പറ്റിപ്പോയാണ്. അവൾക്കും വാശി കാണൂലേ? അണ്ണാ അണ്ണാ ഉറങ്ങിയാണ്. കടലിളകി വന്നാലും മല പോലെ നിൽക്കുന്ന ആളാണ് അമ്മണിയണ്ണ. അമ്മണിയണ്ണ ഒന്ന് കുലുങ്ങി അഞ്ചുതെങ്ങാർ കണ്ടിട്ടേ ഇല്ല. അപ്പം പറയും അവർ ശിവനും പാർവതിയും പോലായിരുന്നെന്ന്. രുക്മിണി ചേച്ചി അങ്ങ് പോയപ്പോൾ അണ്ണൻ്റെ ഉശിരാകെ അങ്ങ് കെട്ടും. 2-3 ദിവസമായല്ല, ഇനി അങ്ങോട്ട് വന്നൂടെ? ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അണ്ണൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ. നിങ്ങൾക്ക് അതങ്ങ് പുറത്തൂടെ? എനിക്കേ കുറെ കൂടെ എരിവും പുളിയും കൂട്ടി മീൻകറി വെക്കാൻ അറിയാം. അതെടുത്ത് അണ്ണൻ്റെ തലയെ കമത്തിയാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ എന്തായിരുന്നു നീ പണിക്ക് പോക്ക്? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളു. ഇപ്പം ആണെങ്കിൽ അണ്ണൻ്റെ മനസ്സൊന്ന് കലങ്ങിയിരിക്കുകയാണ്. അടിയും പിടിയൊക്കെ അങ്ങ് മറക്കും. ആ പരുവത്തിന് കല്യാണം അങ്ങ് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ. എടി ചേച്ചി നീ കൊള്ളാലോ. എൻ്റെ പിണങ്ങിപ്പോക്കൊണ്ട് നിനക്കെന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ ആവട്ടെ. അണ്ണൻ നല്ലോണം ക്ഷീണിച്ചിരിക്കുകയാണ്.